ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു റുബിൻസ് വ്ലോഗ്. ഇന്നത്തെ വീഡിയോയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇത് കുട്ടികൾക്കൊക്കെ എക്സാം നടക്കുന്ന ടൈമിലുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം എടുത്തു വെച്ചതാണ്. പിന്നെ നീനുവിന് എക്സാമാണ്, ഉച്ചക്കാണ് എക്സാം ഉള്ളത്. അപ്പോൾ അവളെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഞങ്ങളിതാ ഒന്ന് 900 കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോവുകയാണ് കേട്ടോ. വയനാട്ടിൽ മേപ്പാടി കള്ളാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അവിടുന്ന് പിന്നെ തിരിഞ്ഞു പോകണം 900 കണ്ടിക്ക്. അങ്ങനെ പോവുകയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ പോകുന്ന സ്ഥലങ്ങളൊക്കെ കാണാൻ. അപ്പോൾ എനിക്ക് ഈ ചായത്തോട്ടവും പച്ചപ്പും ഒക്കെ കാണുമ്പോൾ എനിക്ക് നിന്നൊരു ഫോട്ടോ എടുക്കാനൊരാഗ്രഹം. അപ്പോൾ അങ്ങനെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വണ്ടി അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ വീണ്ടും യാത്ര പോവുകയാണ് കേട്ടോ. ചപ്പ് നമ്മളെ ചായച്ചെടി ഒക്കെ വെട്ടുന്ന ആൾക്കാരാണ് കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ അത് വെട്ടിയെടുക്കുക. നല്ല ഭംഗിയാണ് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. ഇത് മേപ്പാടി പോളിടെക്നിക്കാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. നല്ല പച്ചപ്പും നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ കുറേ വ്യൂ പോയിൻറ്റുകളുണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ 4 വീല് ജീപ്പുകൾ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ടാവും. കള്ളാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇവിടെ പേ പാർക്കിങ്ങും ഉണ്ട്, അല്ലാതെ നമുക്ക് പേഴ്സണലായിട്ട് നമുക്ക് പോകാൻ. ഇപ്പോൾ നൗഷാദ് ഫ്രണ്ടിൻ്റെ റിസോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവരുടെ പാർക്കിംഗ് ആണിത് കേട്ടോ. പേ പാർക്കിംഗ് ആണ്. ഇവിടെയുണ്ട്, താഴെയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മേലേക്കാണ് എത്തിയിട്ടുള്ളത്. അവരുടെ ജീപ്പാണ് കേട്ടോ. പിന്നെ നമ്മളെ വണ്ടി അവിടെ ഇട്ടിട്ട് അവരുടെ ജീപ്പിലാണ് പോകുന്നത്. കാറൊന്നും ഇതിൽ വരില്ല കേട്ടോ. അമ്മാതിരി റോഡാണ്. അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ മതി കേട്ടോ. നമുക്ക് നടക്കാനുള്ള ദൂരം തന്നെ ഉള്ളൂ കള്ളാടിയിൽ നിന്ന്. അങ്ങനെ നമ്മളിതാ റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ ജീപ്പ് കൊണ്ടുവന്നപ്പോൾ അങ്ങനെ അതിൽ പോകുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വേണം നമ്മൾ 900 കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താൻ. ഇത് കള്ളാടിയിൽ നിന്ന് കുറച്ച് 900 കണ്ടി റോഡിന് വന്നാൽ മതി കേട്ടോ. അടിപൊളി റിസോർട്ടാണിത്. നല്ല ഒരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെയൊക്കെ ഉള്ളത്. നമുക്കിങ്ങനെ നിൽക്കാനൊക്കെ നല്ലൊരു രസം തോന്നുക കേട്ടോ. ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലായിട്ടാണ് നമുക്കിങ്ങനെ ഫീൽ ചെയ്യുക. നല്ല ഭംഗിയുണ്ട്. ഒരു റൂമിന് ഒരു ഫാമിലിക്ക് നിൽക്കുകയാണെങ്കിൽ 4000 രൂപയോളാണ് ചാർജ് വരുന്നത്. അതിൽ അവരുടെ വണ്ടിയിൽ തന്നെ നമ്മളെ 900 കണ്ടിയൊക്കെ കൊണ്ടുപോയി കാണിച്ച് ഇവിടെ തന്നെ കൊണ്ടുപോയി നിർത്തും. അതിൽ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഒരാളായിട്ട് പോവുകയാണെങ്കിൽ 1500 രൂപയാണ് ഇവർ വാങ്ങുന്നത് കേട്ടോ ഒരു റൂമിന്. ഒരു റൂമിൽ നമുക്ക് 2 ആൾക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ടോയ്ലറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് പിന്നെ ടൈം പാസിനുള്ള ക്യാരംസ്, പാട്ട് പാടാനുള്ള മൈക്ക് സെറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പറയുന്നതിനനുസരിച്ച് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ അവർ ആക്കി തരികയും ചെയ്യും കേട്ടോ. ഇവിടെ ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ റൂമും ഞാനിങ്ങനെ തുറന്ന് കാണുമായിരുന്നു. അപ്പോൾ ഒരു റൂമിൽ 2 പേർക്ക് കിടക്കാനുള്ള സൗകര്യം നല്ലോണം ഉണ്ട് കേട്ടോ. നല്ല രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പിന്നെ എല്ലാം ഇൻഡസ്ട്രിയൽ വർക്കിലാണല്ലോ ചെയ്തിട്ടുള്ളത്. കാരണം പിന്നീടും പൊളിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മേലത്തൊക്കെ കഴിഞ്ഞ് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ആർക്കെങ്കിലും റൂമൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വയനാട്ടിൽ വരികയാണെങ്കിൽ ഈ റിസോർട്ട് അടിപൊളിയാണ്. ഇത് നൗഷാദ് ഫ്രണ്ട് ബാവക്കാക്കാണ് ഇത് നടത്തുന്നത്. അപ്പോൾ അവരുടെ നമ്പറാണ് ഞാൻ സ്ക്രീനിൽ നേരത്തെ കാണിച്ചത്. അപ്പോൾ ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇന്ന് അവർക്ക് ഗസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ ആ ഒരു തിരക്കിലാണ് കിച്ചണിൽ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഗസ്റ്റ് വരാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ജീപ്പ് മേലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളും ഒന്ന് പോവാമെന്ന് വിചാരിച്ചിട്ടോ. 900 കണ്ടി ഞാനിതുവരെ പോയിട്ടില്ല. അപ്പോൾ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അത് നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും പോവേണ്ട ഒരു സ്ഥലം തന്നെ ആണെന്ന് തോന്നി കേട്ടോ. പോയപ്പോൾ അടിപൊളിയാണ് കേട്ടോ അവിടെ എത്തിയപ്പോൾ. അപ്പോൾ അവരുടെ ഗസ്റ്റ് ആ ജീപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ കണ്ടപ്പോൾ ഇങ്ങനെ ടാറ്റയൊക്കെ തരികയാണ് കേട്ടോ. അപ്പോൾ നമ്മളും ഒരു ജീപ്പിൽ അങ്ങനെ പോയി. നമ്മളോട് ഇവർ 1200 രൂപയാണ് ഒരു ട്രിപ്പിന്. ഓരോ ടേണിനാണ് കേട്ടോ ജീപ്പ് പോവുക. ഓരോരുത്തരെയും ടേൺ ആകുമ്പോഴാണ് അവർ ആ ജീപ്പിൽ നമ്മളെ കൊണ്ടുപോവുക. അപ്പോൾ ഒരു ജീപ്പിന് നമ്മളോട് 1200 രൂപയാണ് വാങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ 2 പേരാകുമ്പോൾ അത് നമുക്ക് മുതലാവില്ലല്ലോ. അപ്പോൾ നമ്മൾ വേറെ ഒരു ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു, 3 പേര്. അവർ 700, നമ്മൾ 500 രൂപ എടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ പോയിട്ടുള്ളത്. ഇത് എന്ന് നിൻ്റെ മൊയ്തീൻ എന്നുള്ള സിനിമേൻ്റെ ഷൂട്ടിങ്ങൊക്കെ നടന്ന സ്ഥലമാണ് കേട്ടോ.
അടിപൊളി സ്ഥലമാണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാൻ തന്നെ. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ ഭംഗിയും പച്ചപ്പൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ റോഡിൻ്റെ അവസ്ഥ ഒന്നും നമ്മൾ അറിയില്ല. കുറച്ച് ഭാഗം കോൺക്രീറ്റ്, പിന്നെ ബാക്കിയൊക്കെ ഇങ്ങനെ കല്ലും കട്ടയും കല്ലുകളും ഒക്കെ ഇങ്ങനെ നിറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ പിന്നെ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. 900 കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയതിന് ശേഷം പിന്നെ നമ്മൾ ഒരു 250 രൂപ ഒരാൾക്ക് വെച്ചിട്ട് ടിക്കറ്റ് എടുക്കണം. മേലേക്ക് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ പോകുന്ന വഴി ഒരു കുന്നിൻ്റെ മുകളിലേക്ക് കയറുന്ന മാതിരി നമ്മളൊരു കയറ്റം കയറി അങ്ങനെ പോകണം കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഊഞ്ഞാലും ചെറിയ പാർക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. കുറേ ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാനുള്ള സ്ഥലങ്ങളും അവിടെ ഉണ്ട്. പിന്നെ അത് അവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് കയറി ചെന്ന് കഴിഞ്ഞാൽ ഒരു ആ വ്യൂ പോയിന്റിലേക്ക് നമ്മൾ ഒന്നായിട്ട് ഇങ്ങനെ കാണുന്ന രീതിയിൽ ഒരു ഊഞ്ഞാലുണ്ട്. അതിൽ കയറണമെങ്കിൽ എക്സ്ട്രാ 100 രൂപ നമ്മൾ അവിടെ പേ ചെയ്യണം. അപ്പോൾ അതാ നമ്മൾ 250 രൂപ അടച്ചതിന് ശേഷം അതാ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാ ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ കാണുന്നത്. എനിക്കാണെങ്കിൽ നല്ല ധൈര്യത്തിലൊക്കെ ആയിരുന്നു ഞാൻ ചെന്നത്. പക്ഷേങ്കിൽ ഒരു പകുതിയോളം ഞാൻ നടന്നപ്പോൾ ഭയങ്കര പേടി കേട്ടോ. എന്തോ ഞാൻ പേടിച്ച് പോകുന്നത് കണ്ടില്ലേ. എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ മേലെ നിന്ന് താഴേക്ക് നോക്കാൻ. അതാണെങ്കിലോ പേടിപ്പെടുത്തുന്ന ഒരു രീതിയിലാണ് കേട്ടോ ഉള്ളത്. നല്ല താഴ്ചയുള്ള കൊക്കാണ്. പിന്നെ നമ്മൾ 900 കണ്ടിക്ക് വരുന്ന റോഡിൻ്റെ അവസ്ഥ ഭയങ്കര ദയനീയമാണ്. അപ്പോൾ നമുക്ക് ഈ 500ഉം 1200 ഒന്നും അവർക്ക് കൊടുക്കുന്നതിൽ ഒരു നഷ്ടമായിട്ട് തോന്നൂല. കാരണം നമുക്ക് കൂടുതലായിട്ട് തന്നെയാണ് തോന്നുക പൈസ പറയുമ്പോൾ. പക്ഷേ അങ്ങനത്തെ ഒരു ഡ്രൈവാണത്. അപ്പോൾ ട്രക്കിങ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അവിടെ എത്തിയിട്ട് കാണുമ്പോൾ എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. ഞാൻ ദൂരെ നിന്നാണെങ്കിലും ഇതൊക്കെ കണ്ട് നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ട് കേട്ടോ. പ്രകൃതി എന്ന് വെച്ചാൽ ഇത്രയ്ക്ക് ഭംഗിയുണ്ടോയെന്ന് നമുക്ക് തോന്നിപ്പോവും കേട്ടോ. ശരിക്കും മഞ്ഞും കോടയും തണുപ്പൊക്കെ ഉള്ള ടൈമാണെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് കടികളൊക്കെ ഉള്ളൊരു കട കണ്ടപ്പോൾ അവിടെ നിർത്തിയതാണ് കേട്ടോ. പിന്നെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം കുട്ടികൾക്കുള്ളതൊക്കെ വാങ്ങി നമ്മളിതാ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട്. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ എന്ത് തന്നെയായാലും ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.